ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരയ്ക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് കപ്പൽ എടുത്തിട്ടുണ്ട്, പിന്നെ സവാള അരിഞ്ഞത്. ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. കപ്പലണ്ടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പക്ഷേ ഇതിനൂടെ കടിക്കാൻ നല്ല ടേസ്റ്റാണത്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവാള കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു വഴുവഴുപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യാറ്, ഒരു 2 തുള്ളി നാരങ്ങ നീര് പൊട്ടിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ വഴുവഴുപ്പ് പെട്ടെന്ന് ഇല്ലാതാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണത്. നാരങ്ങ നീര് 2 തുള്ളി ഒറ്റിച്ച് കൊടുത്തതുപോലെ ടേസ്റ്റൊന്നും വ്യത്യാസം വരില്ല കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായി വാടിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് വരുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. വെണ്ടയ്ക്ക ഇത്തിരി വേവുള്ളതാണ്. അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇതൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ, അത് ഇരിക്കാതിരിക്കാൻ വേണ്ടി. നല്ല വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അടുത്തൊരു വീഡിയോയും വരുന്നവരേക്ക് ബൈ.